അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, മാ നഹല വാലിദുൻ വലദൻ മിൻ നഹലി അഫ്ളല മിൻ അദബിൻ ഹസനിൻ. ഒരു ബാപ്പ മോനു കൊടുക്കടെ ഗിഫ്റ്റ് പാരിതോഷക, ആ ഗിഫ്റ്റ് ആ ഗിഫ്റ്റുകൾ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗിഫ്റ്റ് അത് മെച്ചമായ നല്ല അദബായിട്ട് ഒരു ബാപ്പ മോനു കൊടുക്കടെ ഗിഫ്റ്റിൽ വെച്ച് ഏറ്റവും ഏറെ ബലപാടുള്ളത് അദബ് ചെല്ല ഗിഫ്റ്റായിട്ട്. അദബ് പരിപാടി കൊടുക്കണം, ഇൽമ് പരിപാടി കൊടുക്കണം. അതായിട്ട് മോനു ബാപ്പ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾക്കു ബാപ്പന്മാർ ഗിഫ്റ്റാക്കുന്നതുണ്ട്. ചില ബാപ്പന്മാർ കളിക്കട എന്തെങ്കിലും വസ്തു കൊടുക്കാറ്, ചില ബാപ്പന്മാർ ബൈക്ക് എടുത്ത് കൊടുക്കാറ്, സൈക്കിൾ എടുത്ത് കൊടുക്കാറ്, പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് മൊബൈൽ എടുത്ത് കൊടുക്കണേ, ലാപ്ടോപ്പ് എടുത്ത് കൊടുക്കണേ, ഇങ്ങനത്തെ എല്ലാം ഗിഫ്റ്റാക്കണേ. പക്ഷേ ഇതൊന്നും ഗിഫ്റ്റല്ല, ഇത് മക്കളെ എടുപ്പാലെടുക്ക് കൊടുക്കണ ഗിഫ്റ്റായിട്ട്. വാസ്തവത്തിൽ ഒരു മോനുക്ക് പേനായത് ബാപ്പയുടെ വക്കൽ നിന്നിട്ട് നല്ല അദബുങ്ങ നല്ല ഇൽമുങ്ങ. ഒരു ബാപ്പ മോനുക്ക് ഇൽമു പടിപാട്ടി കൊടുത്തു. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ടല്ല, ആരെങ്കിലും മുഖാന്തര ഒരു നല്ലൊരു ഇൽമു പഠിക്കുന്ന ഒരു സ്ഥാപനക ദർശക കൂടിയിട്ട് അതുപോലെ ആ മോനുക്ക് നല്ല അദബ് പടിപാട്ടി കൊടുത്തു. മനുഷ്യമായിട്ട് ജീവിക്കണം, ദുനിയാവിലും മുസ്ലിമായിട്ട് ജീവിക്കേണ്ട ശിസ്തുങ്ങ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പരിപാടി കൊടുത്തെങ്കിൽ അതായിട്ട് ബാപ്പന്മാർ മക്കൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടി തന്നു. ചില ചെല്ലലുണ്ട്, എൻ്റെ ബാപ്പ നിനക്ക് എന്തോ തന്നില്ലേ, എൻ്റെ ബാപ്പ നിനക്ക് എന്തോ ആക്കി വെച്ചിട്ടില്ലേ, നീ നല്ലൊരു വ്യക്തിയായിട്ട് സമാജത്തിൽ ജീവിക്കൂ, ബാപ്പ നിനക്ക് അവകാശമാക്കി തന്നല്ലേ. അതായിരിക്കും ഏറ്റവും വലിയ ഗിഫ്റ്റ്. നീ ഒരു മനുഷ്യമായിട്ട് ഒരു മുസ്ലിമായിട്ട് അള്ളാഹുടെ ഒരു വിനമ്രദാസായിട്ട് ജീവിക്കുക, അള്ളാഹുനിക്ക് വ്യവസ്ഥയാക്കി തന്നതേ ബാപ്പ നിനക്ക് ചെയ്തതായ ഏറ്റവും വലിയ ഗിഫ്റ്റ് കൊണ്ട് നീ മനസ്സിലാക്കണം. അതായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടി തൻ്റെ മക്കളെ ഭവിഷ്യത്ത് ബേനായതായ എല്ലാ നിലക്കുള്ള ശിസ്തുക ബാപ്പന്മാർ എന്താക്കണം, മക്കൾ പരിപാടി കൊടുക്കണം. അങ്ങനെ ഓരോരോ ഹന്തത്തിലും അങ്ങനെ തപ്പു തീർക്കു പോകുമ്പോൾ അങ്ങനെ സമാക്കരുത് പ്രതി ബാപ്പന്മാരുടെ മേൽ കടമയായിട്ടേക്കത്. അതിൽ ഇടവി പോയെങ്കിൽ അങ്ങ് ദുനിയാവിലും അത് പശ്ചാത്താപപ്പെടേണ്ടി വേണ്ട, ആഖിറത്തിൽ ഖേദിക്കേണ്ടി വേണ്ട. അപ്പോൾ പ്രത്യേക മക്കളെയും നല്ല നിലക്ക് ബൽത്തിരത്ത് അങ്ങനെ ബാപ്പന്മാരുടെ മേൽ പേരൻസിൻ്റെ മേൽ നിർബന്ധമായിട്ടേക്കത്. ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബുക്കി വലിയൊരു മഹാനല്ലേ, ആ മഹാൻ്റെ ബാപ്പായിട്ട് തക്കിയുദ്ദീൻ സുബുക്കി. അപ്പോൾ ഒരു നാൾ ഔത്രഞ്ഞ് ഒരു നായ ഇങ്ങനെ വന്നപ്പോൾ യാ കൽബിന് കൽബ് ചെന്ത് ആറ് തക്കിയുദ്ദീൻ സുബുക്കി അല്ല താജുദ്ദീൻ സുബുക്കി മോനും. അപ്പോൾ അതിനെ കേട്ട ബാപ്പ വിളിച്ച് ചെന്ത്, മോനെ ഒരിക്കലും അങ്ങനത്തെ പദ പ്രയോഗിക്കോ തീര, കൽബിന് കൽബിന് നായരെ മോനുണ്ടർത്ഥ നായരെ മോനുണ്ട്. അപ്പോൾ അത് ഒരിക്കലും അങ്ങനെ വിളിക്കണ്ട മോനെ. അപ്പോൾ മോൻ താജുദ്ദീൻ കേടുത്ത്, അല്ല ബാപ്പ അത് നായരെ മോനെയല്ലേ, ഞാൻ തപ്പു ചെന്നതല്ലേ. അപ്പോൾ ഒക്കെ അത് നായരെ മോനായിട്ടിരിക്കും, പക്ഷേ അത് ഒരിക്കലും ഒരു മുസ്ലിമായ വ്യക്തിയുടെ വായിൽ അങ്ങനത്തെ ഫലക്കെല്ലാം പറവ് തീര. നായരെ മോനായെങ്കിലും അതിലെ ബായിലങ്ങനെ ചെല്ലത് നല്ലല്ല ചെന്നിട്ട് ബാപ്പ തക്കിയുദ്ദീൻ സുബിക്ക് റളിയല്ലാഹു അൻഹു തിരുത്തി കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾ നായരമോണ് പോട്ടെ, മനുഷ്യക്ക് നായരമോണ് ഞങ്ങൾ ചെല്ല. അപ്പോൾ അതെല്ലാം ഞങ്ങൾ മക്കവും പരിപാടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ മക്കം അതുപോലെ ചെല്ലും, മക്കവും റെസ്പെക്റ്റൊക്കെ മക്ക തപ്പി പോകേണ്ട ചാൻസും ഉണ്ട്. എന്നൊരു ഹദീസ് നോക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലും, അക്രിമു ഔലാദക്കും വഹ്സിനു അദബഹും. നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കണം, ബഹുമാനിക്കണം. വഹ്സിനു അദബഹും, അങ്ങനെ അദബ് മെച്ചമാക്കി കൊടുക്കറു, അങ്ങ് നല്ല അദബ് പരിപാടി കൊടുക്കറു.
അപ്പോൾ മക്കൾക്ക് ഞങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കണം. മക്കളിൽ നിന്നിട്ട് ഞങ്ങൾ കേവലം റെസ്പെക്റ്റ് നിരീക്ഷിച്ചിട്ട് തപ്പായിട്ട്. ഇംഗ്ലീഷിലൊരു ഗാഥ ഉണ്ട്, ഗിവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ്. പിന്നെ മര്യാദ കൊട്ടു മര്യാദ പടയുണ്ട്. അപ്പോൾ ഫസ്റ്റ് മര്യാദ പഠിക്കണം. മക്കളിട്ട് ഞങ്ങൾ അതപോട് കൂടി പിന്നെ ബഹുമാനത്തോടു കൂടി പെരുമാറുക ഞങ്ങൾ പ്രയത്നമാക്കണം. മക്കളെ കാലക്കിലായിട്ട് ഞങ്ങൾ കാണാമോ തീരാം. പ്രത്യേകിച്ചും 10 വർഷം കഴിഞ്ഞതായ മക്ക, ആ മക്കൾക്ക് ഷൂർ ഉണ്ടായിട്ടിക്കിട്. ഞങ്ങൾക്കും പിന്നെ ഒരു പിന്നെ ഞങ്ങളെ ಬಗ್ಗೆ ഒരു അഭിമാനം മൂടുന്ന സമയമായിട്ടിക്കിട്. സ്വയമായിട്ട് അഭിമാനം മൂടുന്ന ഒരു സമയം. ആ സമയത്തിൽ ഞങ്ങളെ നിസ്സാറാക്കുമ്പോൾ സഹജമായിട്ട് ഞങ്ങളിട്ടും ഒരു ജിഗുപ്സ ഞങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ മക്കളെ പിന്നെ ഈ 10 വർഷത്തെ മേലെ മക്കളെ ഞങ്ങൾ അതവ് പരിപാട്ടുമ്പോൾ ശരിയൊരു റെസ്പെക്റ്റ് അങ്ക് ഞങ്ങൾ കൊടുക്കേണ്ടി വേണ്ട. അങ്ക് അങ്ങനെ മേലെ ഞങ്ങൾ രേഖയുണ്ടെന്നിട്ടെങ്കിൽ തിരിച്ചിട്ട് അങ്ങും ഞങ്ങൾ ചിലപ്പോൾ അങ്ങ് ബേസ് വന്നപ്പോൾ ഞങ്ങളെ മേലെ രേഖോ ചാൻസും ഉണ്ട്. അതുകൊണ്ടും ആ സമയത്തെല്ലാം വളരെ സബർ പാലിച്ചിട്ട് മക്കളെ ഭാര്യ പിന്നെ ഒരു ചാക്കത്യ അതിലൊരു കലയായിട്ടിരിക്കണം. മക്കളെ നല്ലാക്കിയിരിക്കുന്നത് ഒരു കലയായിട്ടിരിക്കുന്നത്. അത് ഞങ്ങളെ ബായി പർക്കീസായത് ആയെങ്കിൽ അത് ഭാര്യ എഫക്റ്റ് ഉണ്ടാവും. ഫ്യൂച്ചർക്ക് ഞങ്ങൾക്കത് എഫക്റ്റ് ഉണ്ടാവും. അപ്പം പ്രത്യേകിച്ചും വലിയ മക്കളെ ഞങ്ങൾ വളർത്തുമ്പോൾ അങ്ങക്ക് അതവ് പരിപാട്ടുമ്പോൾ ഫസ്റ്റ് അങ്ങക്ക് ഞങ്ങൾ അതവ് കാണിച്ചു കൊടുക്കണം. അങ്ങക്ക് ബഹുമാനം ഞങ്ങളെ മനസ്സിൽ ഞങ്ങളിട്ട ബഹുമാനം ഉണ്ട് ചൊല്ലത് അങ്ങക്ക് കൊന്തായപ്പോൾ സഹജമായിട്ട് ഞങ്ങളെ പലക്കത്ത് അങ്ങ് ബല തണ്ടാറ്, ഞങ്ങളെ ബഹുമാനിക്കോ തുടങ്ങാറ്. അതുപോലെ സമാജത്തിലുള്ള ബാക്കിയുള്ളവർക്കും റെസ്പെക്റ്റ് അങ്ങ് കൊടുക്കാറ്. ഞങ്ങളെ കീഴാക്കുമ്പോൾ ഞങ്ങളെ വിഷയത്ത് അങ്ങനെ മേലെ രേഖുമ്പോൾ സഹജമായിട്ട് ഞങ്ങളിട്ട ഒരു ജിഗുപ്സ ഞങ്ങൾക്ക് ഉണ്ടാവും. അത് പിന്നെ ಕೆಟ್ಟ ಪರಿಣಾಮ ഞങ്ങളെ മേലെ ബീറവും സാധ്യതയുണ്ട്. അതുകൊണ്ട് മക്കൾക്കും റെസ്പെക്റ്റ് കൊടുക്കുക. ആ മക്കൾക്ക് ഓരോരോ ഹന്തത്തിലും പിന്നെ അതബ് പരിപാടി കൊടുക്കുക. ആ അതബ് ചെല്ലത് ഒരു ബാപ്പയായ ആൾ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മക്കളെല്ലാം നല്ല അതബുള്ള മക്കളായിട്ട് ബൽത്തോ ഞങ്ങൾക്ക് അല്ലാഹു തൗഫീക്ക് തരട്ടെ. ദുനിയാവിലും ആഖിറത്തും ആ മക്കളെ കൊണ്ട് ധാരാളം സന്തോഷം വരിക്കും അല്ലാഹു തൗഫീക്ക് തരട്ടെ. ആ മക്കളെ കൊണ്ട് ഏസികവിടെ, ആ മക്കളെ കൊണ്ട് മര്യാദ പോണ്ടേ, ആ മക്കളെ കൊണ്ട് ഇസ്സത്ത് നഷ്ടപ്പെട്ട് അവരുടെ കൂട്ടത്തിൽ അല്ലാഹു നായപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ.